ഒഴുകി കിടക്കുന്ന ഒരു സിമ്പിൾ ടൈപ്പാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം കൊച്ചിയിലൊന്ന് പോവാണ്. കൊച്ചിയിൽ ഞാൻ പോയിട്ട് കഴിഞ്ഞ മാസം പോയായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് കാറിൽ ഫസ്റ്റ് കുറച്ച് ദിവസത്തിന് ശേഷം പോവാണ്. അപ്പോൾ ഒരു 4:30 നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. ഒറിയ ഭയങ്കര കരച്ചില്. ഒറിയക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒറിയക്കറിയാം. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് എന്തോ ഒരു സ്വാമി എന്നിട്ട് ആ ചേട്ടൻ്റെ കടയുടെ പേര്. ആ കടയിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പം എനിക്ക് അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതായിരിക്കും. അന്ന് അവിടെ ഭയങ്കര നല്ല തിരക്കുണ്ട്. എന്തോ ഒരു സ്വാമി എന്നാണ് ആ കടയുടെ പേര്. MG റോഡിലുള്ള ഒരു ഷോപ്പായിരുന്നേ. ഉണ്ണിക്ക് അവിടെ ഏതൊരു ഫ്രണ്ടിനെ കാണുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അമ്മ കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. എന്നാൽ പിന്നെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ സെൽഫ് ഗിഫ്റ്റിംഗ് ആകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോയത്. നല്ല സ്നേഹമുള്ള നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. എനിക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ അടുത്ത് ഏതാണ് നല്ലൊരു ജ്വല്ലറി ഷോപ്പ് ഉള്ളത് അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, ഒക്കെ ആയിരുന്നു, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. നിർഭാഗ്യവശാൽ ഞാൻ എടുത്തൊരു സാധനം, ഞാനൊരു വളയായിരുന്നു എടുത്തത്. അത് വന്നിട്ട് സൈസ് വലുതായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ സൈസ് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ അവിടുന്ന് വിഷമത്തോടെ ഇറങ്ങി. ഒട്ടും പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് വിഷമമൊന്നും തോന്നിയില്ല. അപ്പോഴത്തേക്കും ഉച്ചയായി. എന്നാൽ പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സദ്യയല്ലോ, മീൽസ് ആയിരുന്നു. നമ്മളിത് എവിടെ നിന്നാണ് കഴിച്ചതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഞാൻ പേര് പറഞ്ഞ് അരിപ്പേന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അവിടുന്ന് നല്ല മീൻകറിയും കൂട്ടി ഒരു ചെറിയ ഊണായിരുന്നു. അവിടുന്ന് അത് കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നടക്കാമെന്നുള്ളത്. ഓക്കെ, അരിപ്പയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനോട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഒരുവിധം ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പം, കാരണം എനിക്ക് ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയാത്തത് കൊണ്ട് കുറേ സിഗ്നൽ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടുത്തടുത്തായിരിക്കുന്നു. പക്ഷെ അടുത്തായിരുന്നു. പകുതിക്ക് വെച്ച് ഈ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു, മോളെ ഇതൊരു സീരിയൽ അഭിനയിക്കുന്നില്ല, എൻ്റെ വീട്ടിലുള്ള വൈഫും മക്കളൊക്കെ സീരിയൽ കാണും, എന്താ പേരെന്നൊക്കെ. അങ്ങനെ ചേട്ടനെയും പരിചയപ്പെട്ട് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയി. അടുത്ത ജ്വല്ലറിയിൽ പോവാടെ. ഫസ്റ്റത്തെ ജ്വല്ലറിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ല. പിന്നെ അവിടെ ഭയങ്കര അങ്ങനെ ഭയങ്കര കളക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത ഞങ്ങൾ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യുന്നിടത്തൊരു ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അവിടെ കൂടെ പോയി നോക്കട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് ജോസ്കോ ആയിരിക്കും കേട്ടോ, ട്രിവാൻഡ്രത്ത്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കുന്ന ടൈപ്പ് ആദ്യം ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. അപ്പം ഞാൻ ഫോക്കസ് ഔട്ടായി. 2 ഓപ്ഷനായിരുന്നു എൻ്റെ മൈൻഡിൽ. ഒന്നെങ്കിൽ ഒരു കമ്മൽ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ഒരു നോർമൽ വളയായിരിക്കണം. അപ്പോൾ ഈ കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഡയമണ്ടാണ്. എൻ്റെ മാലയുടെ ലോക്കറ്റുമായിട്ട് എക്സാക്ട് സെയിം. അപ്പം കമ്മലും മാലയും കൂടെ ഒരുപോലെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ആദ്യം എടുത്തോണ്ട് ഈ കുട്ടി കമ്മലായിരുന്നു കേട്ടോ. കാരണം ലൈറ്റ് ലോങ് അങ്ങനെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് കാതിലിട്ടിട്ട് ഒരു ഭംഗിയില്ല, എന്നാൽ പിന്നെ ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഈ മാല നോക്കിയിട്ട് ഗൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡബിൾ ലെയറിൽ വരുന്ന നല്ലൊരു രസമുള്ളൊരു മാല, വളരെ സിമ്പിളാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ സാധനം എടുത്തിരിക്കുകയാണ്. ആൻഡ് റൂമിൽ ചെന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പറയുന്നതായിരിക്കും കേട്ടോ. ഞാൻ എവിടെ നിന്നാണ് എടുത്തത്, ടോട്ടൽ എത്രയായി എന്നുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം ഞാനിത് എടുത്തത്. അല്ലെങ്കിൽ റൂമിൽ ചെന്നിട്ട് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വേറൊന്നുമല്ല, പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഇത്. ഞാനിത് കൊച്ചിയിൽ നിന്നാണ് എടുത്തത്. ആദ്യം അവിടെ പോയി എനിക്കങ്ങനെ വലിയ താല്പര്യപ്പെട്ടില്ല. അപ്പം ഞാൻ ആദ്യം എടുത്തത് കമ്മലായിരുന്നു. അപ്പം കമ്മലായിരുന്നു എനിക്ക് അത്യാവശ്യം വേണ്ടത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കമ്മലിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം ഒരു കൊലുസും എടുത്തു, ഒരു മാല എടുത്തു. 18 ക്യാരറ്റ് ആട്ടോ ഞാൻ എടുത്തത്. നല്ല രസമുണ്ട്. ഞാനൊരു 3 ഗ്രാമിൻ്റെ കൊലുസും എടുത്തു, ഒരു 5 ഗ്രാമിൻ്റെ മാലയും വാങ്ങിച്ചു. അപ്പം ഈ പൈസ എവിടുന്നാണ് ചോദിക്കും. അപ്പം ഞാൻ ചിട്ടി കിട്ടിയ പൈസയൊക്കെയാണ് എടുത്തത്. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. കൊച്ചിയിൽ നമ്മൾ പാലാരിവട്ടത്തുള്ള അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിലാണ് കേട്ടോ ഞാൻ എടുത്തത്. കുഴപ്പമില്ലാത്ത നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ ആയിരുന്നു. സാധനം ഇതാണ് കേട്ടോ, ഒരു നൂല് പോലത്തെ ഒരു കൊലുസ്. പിന്നെ 3 ഗ്രാമിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ. ഓക്കെ, ഈ നേരെ വെക്കുമാല
ഡബിൾ ലെയർ മാലയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. 18 ക്യാരറ്റ് ആണ്, ഭയങ്കര രസമുണ്ട്. പോലും വേസ്റ്റ് ആക്കാതെ ഗൈസ്, 1 രൂപ പോലും വേസ്റ്റ് ആക്കാതെ വാങ്ങിച്ചു കൊടുത്തു. ഒരു മാല, ഒരു കൊലുസും. അങ്ങനെ നമ്മള് അതിട്ടോ, അങ്ങനെ നമ്മള് എന്റെ ഈ ബർത്ത്ഡേക്ക് എന്റെ സ്വന്തം സേവിങ്സ് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് ഞാൻ ചിട്ടി വാങ്ങിച്ച പൈസയാണ് കേട്ടോ. കഴിഞ്ഞ മാസം കിട്ടേണ്ട ചിട്ടിയായിരുന്നു. അപ്പൊ ആ മാസം എനിക്ക് അവർ തന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ട് എനിക്ക് അവർ കഴിഞ്ഞ മാസം ചിട്ടി തന്നില്ല എന്നൊക്കെ ദേഷ്യപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം ആ പൈസ കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് വേണമെങ്കിൽ എനിക്ക് വീട് പണിയിൽ ആഡ് ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഒന്ന് എനിക്കായിട്ട് വേണം എന്ന് കരുതി ഇതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും നമുക്കൊരു സേവിങ്സ് വേണം. കഴിഞ്ഞൊരു നല്ല മാല 18 ക്യാരറ്റ് ആണ്. നമ്മൾ 18 ക്യാരറ്റ് എന്ന് കൊടുക്കുന്നു അന്ന് ആ റേറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ചിലർ ചോദിക്കും ഈ സേവിങ്സ് ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ കെഞ്ചി വാങ്ങിക്കണോ അല്ലെങ്കിൽ വീട്ടുകാരുടെ പെർമിഷൻ വേണോ എന്നൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കെഞ്ചി ഞാൻ ഓരോ സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എപ്പോഴും സേവിങ്സ് വേണം. ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഓരോ രൂപയും നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ ഒരു ഒരു പഴമൊഴി ഉണ്ടായിരുന്നല്ലോ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ. ഞാൻ അങ്ങനെ കൂട്ടി വെച്ച സാധനങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നും വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പം നമ്മളിത് അറേബ്യൻ ഗോൾഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു ജ്വല്ലറിയിൽ പോയപ്പോൾ എനിക്ക് അവരുടെ കളക്ഷൻസ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനം ഇതും ആയിരുന്നില്ല. ഞാൻ എൻ്റെ ജോസ്കോനെ മിസ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. കാരണം അവിടെ ചിട്ടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് നീങ്ങി വാങ്ങും പൈസ, ഞാൻ അങ്ങോട്ട് നീങ്ങി വേണ്ടി. ബാക്കിയുള്ളവരുള്ളേ കൊണ്ട് തേടി പറക്കി. പിന്നെ ഞാൻ സേവ് ചെയ്തോണ്ട് നിന്റെ വായിരിക്കുന്ന മൊത്തം കേട്ടിട്ടാണ്. നിന്റെ വായിരിക്കുന്ന മൊത്തം കേട്ടിട്ടാണ് ഞാൻ പിടിച്ച് ചുട്ടിക്ക് കൊടുത്തതാ ഗൈസ്. എന്നെ വായി വരുന്ന മൊത്തം മാസം ചുറ്റി അടയ്ക്കാൻ നേരം ഞാൻ വായിരിക്കുന്ന വാങ്ങണേ. എങ്ങനെയെങ്കിലും പേണി പറക്കി 1 രൂപ പോലും കളയാതെ ഞാൻ കൂടെ നടന്ന് ഒരു എന്താ പറയാ, എന്തോ ഉറുമ്പ് അരിമണി സൂക്ഷിക്കും. ഉറുമ്പ് അരിമണി 1 രൂപ പോലും വേസ്റ്റ് ആക്കാതെ ഞാൻ പറയും 1 ഗ്രാമിന്റെ വാങ്ങിച്ചു വെക്ക്. നാളെ നമുക്കതൊരു ആവശ്യം വരും. കാല് മാറ്റി, അടുത്ത കാല് വെക്കും. അവളൊക്കെ ചെലവാക്കുമ്പോ ഞാൻ വഴക്ക് പറയും. അതിന് ഞാൻ എന്തോ ചെലവാക്കാറുണ്ട്. 1 രൂപ പോലും അവനോന് 1 രൂപ മുതലുണ്ടെങ്കിൽ അവനോന്റെ കയ്യിലുണ്ടെങ്കിൽ അവനോന് കൊള്ളാം. അത്രേ ഉള്ളൂ.